ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. സ്വന്തം പഠനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ചെലവുകൾ സ്വന്തമായി കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അല്ലേ? അങ്ങനെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താനുള്ള ഏറ്റവും ഒരു എളുപ്പ വഴിയാണ് മിടുക്കരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പുകൾ എന്നുള്ളത്. ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല, ഒരു ഫലം ഉണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നമ്മൾ സ്കോളർഷിപ്പിന് ഒരു തവണ അപ്ലൈ ചെയ്താൽ കിട്ടണമെന്നില്ല. കാരണം ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ അപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുക. ചില ആളുകൾക്ക് ഒന്നാമത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടും, ചില ആളുകൾ രണ്ടാമത്തതിലായിരിക്കും. കാരണം ഒന്നാമത്തെ ഉദാഹരണത്തിന് ഒരു 20,000 വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അർഹരായിട്ടുണ്ട് എന്ന് കരുതുക. ഒന്നാമത്തെ സ്കോളർഷിപ്പിൽ ഏകദേശം 2,000 ആളുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കാണ് രണ്ടാമത്തെ സ്കോളർഷിപ്പിന് കിട്ടുക. അങ്ങനെ മൂന്നാമതും നാലാമതും സ്കോളർഷിപ്പ് ആകുമ്പോഴായിരിക്കും നിങ്ങളുടെ ടേൺ എത്തുക. കാരണം ഒന്നാമത് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് രണ്ടാമത്തെ സ്കോളർഷിപ്പിന് അർഹതയില്ല. അങ്ങനെ കുറെ ഭാഗം കുട്ടികൾ, മെറിറ്റിലുള്ള കുട്ടികൾ ഒഴിവായിട്ട് വേണം നിങ്ങളുടെ ഊഴം എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ 2, 3, 4, 5 സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക. ഇതിനുവേണ്ടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് ഒരു സ്കോളർഷിപ്പിന് വേണ്ടി തയ്യാറാക്കുന്നത്, ആ സെയിം രേഖകൾ തന്നെ നിങ്ങൾ ത്രൂ ഔട്ട് ദ ഇയർ, ആ വർഷത്തിലുള്ള മുഴുവൻ സ്കോളർഷിപ്പിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ചെലവഴിച്ചാൽ മതി ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് SBI പ്ലാറ്റിനം ജൂബിലിയുടെ ആശാ സ്കോളർഷിപ്പ് 2025-26 അപേക്ഷയ്ക്കുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് SBIയുടെ ഈ പദ്ധതി. SBIയുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചാണ് അവർ ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ സ്കോളർഷിപ്പിന് അർഹനാവുന്നത് 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11, 12, ഡിഗ്രി, PG, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസ്, IIM സ്റ്റുഡൻസ്, അതുപോലെ തന്നെ IIT സ്റ്റുഡൻസ്, അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയ മുഴുവൻ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളെ കവർ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണിത്. 15,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് ഈ സ്കോളർഷിപ്പിൽ നൽകുന്നത്. വ്യത്യസ്തമായ കാറ്റഗറിക്ക് വ്യത്യസ്തമായിട്ടുള്ള തുകകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, SBI എന്നത് ഇന്ത്യയിലെ തന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ടുള്ള 200 വർഷത്തിലേറെ പഴക്കമുള്ള പൊതുമേഖലാ ബാങ്കാണ് SBI. SBI വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് സഹായധനം നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്കോളർഷിപ്പിനുള്ള പ്രാഥമികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്നുള്ളത്, ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ, 11, 12 അല്ലെങ്കിൽ ഡിഗ്രി, PG എന്നിവയ്ക്ക് ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിക്കുന്നവരായിരിക്കണം. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ഇൻകം 3 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. ആപ്ലിക്കേഷന്റെ പ്രോസസ്സ് താഴെ പറയുന്ന പ്രകാരമാണ്. അതായത് SBI-asha-scholarship.com എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ വെബ്സൈറ്റിലേക്ക് കയറുന്നതാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, OTP തുടങ്ങിയവ നൽകിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേജ് വരുന്നതാണ്. ആ ആപ്ലിക്കേഷൻ പേജ് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം കെയർഫുള്ളി വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിനിടയിൽ നിങ്ങൾ ആവശ്യമായിട്ടുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അപ്ലോഡ് ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് രേഖകൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ താഴെ പറയുന്ന പ്രകാരമാണ്. ഒന്നാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ മുൻ വർഷത്തെ മാർക്ക് ഷീറ്റാണ്. രണ്ടാമത്തത് ആധാർ കാർഡ്, ID പ്രൂഫായിട്ട് ആധാർ കാർഡ് വേണം. മൂന്നാമതായിട്ട് വേണ്ടത് നിങ്ങൾ കറന്റ് ഇയർലി പഠിക്കുന്ന വർഷത്തെ ഫീസ് അടിച്ചതിൻ്റെ റെസിപ്റ്റാണ്, ഫീ റെസിപ്റ്റ്. അതുപോലെ തന്നെ നാലാമതായിട്ട് വേണ്ടത് ID കാർഡാണ്. സ്കൂളിൽ നിന്നുള്ള ID കാർഡ് അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആയാലും മതി. അഞ്ചാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ പാരൻസിൻ്റെ പേരിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ആയാലും മതി. ആറാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോ. ഏഴാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ പേരിലുള്ളതായാലും മതി.
എട്ടാമതായിട്ട് വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയത് സെപ്റ്റംബർ 19 മുതലാണ്. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയമാണിപ്പോൾ. ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 15 പക്ഷേ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം സൈറ്റ് ജാം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരും. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 75% മാർക്ക് നിർബന്ധമാണ്. അതിൽ SC ST വിദ്യാർത്ഥികൾക്ക് 10% ഇളവുണ്ട് മാർക്കിൽ. അതുപോലെ തന്നെ ഇതിൽ 50% പെൺകുട്ടികൾക്ക് റിസർവേഷൻ ആണ്. ഇതിലെ സ്കോളർഷിപ്പ് തുക എന്ന് പറയുന്നത് ഓവർസീസ് പഠിക്കുന്നവർക്ക് 20 ലക്ഷം രൂപയാണ്. അതായത് എബ്രോഡ് പഠിക്കുന്നവർക്ക് 20 ലക്ഷം രൂപ വരെയാണ്. അതുപോലെ IIM-ൽ പഠിക്കുന്നവർക്ക് 5 ലക്ഷം രൂപയാണ്, 5 ലക്ഷം രൂപ വരെയാണ്. അതുപോലെ തന്നെ IIT-യിൽ പഠിക്കുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ, മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് 4.5 ലക്ഷം രൂപ വരെയാണ്. അതുപോലെ തന്നെ PG കോഴ്സ് പഠിക്കുന്നവർക്ക് 2.5 ലക്ഷം രൂപ വരെയാണ്. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സ് പഠിക്കുന്നവർക്ക് 75,000 രൂപ വരെയാണ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ അതായത് 9th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് സ്കോളർഷിപ്പ് തുക. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് നേടിക്കഴിഞ്ഞാൽ വരും വർഷങ്ങളിലും, അതായത് ആ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള കാര്യങ്ങൾ അവരുടെ ഫൈനാൻഷ്യലി ഉള്ള സ്കോളർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് SBI അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെയും ആശ്രയിക്കാതെ തന്നെ വലിയ തുക സ്കോളർഷിപ്പായി നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് പഠനം പൂർത്തിയാക്കി ഉന്നത ജോലിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. കാരണം വിവിധ സ്കോളർഷിപ്പുകളിലായി വലിയ വലിയ തുകകളുണ്ട്. അത് നൽകപ്പെടുന്നത് ഒന്ന് നിങ്ങളുടെ അക്കാഡമിക് എക്സലൻസ് നോക്കിയാണ്, രണ്ടാമത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അതുപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ പണം നിങ്ങളുടെ ബാങ്കിലേക്ക്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് SBI നേരിട്ട് നിക്ഷേപിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇനീഷ്യലായിട്ട് നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് അതേപോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണ് സെലക്ഷൻ നടത്തുന്നത് ഇനീഷ്യലായിട്ട്. അതിനുശേഷം ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം ഫൈനലി നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്കോളർഷിപ്പിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ലിങ്കിൽ കയറിയിട്ട് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് SBIയിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് മറ്റേത് ബാങ്കിലെ അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല. അതുപോലെ PG അതുപോലെ ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികൾ അവരുടെ കോളേജ് NIRF ലിസ്റ്റിലെ ടോപ്പ് 300 കോളേജിൽ വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഫീസുകളൊന്നും അടച്ചിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പൊ നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്നുള്ളത്, അതായത് ഫീ ഇല്ല എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു രേഖ നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതേപോലെ ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ സപ്പോസ് ചില സ്റ്റുഡൻസിന് 1 വർഷം 2 വർഷമൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും സ്റ്റഡിയിൽ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അനാഥരായിട്ടുള്ള കുട്ടികൾ അവര് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നും അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് SBI സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ അവരെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യക്കാർക്ക് ഞാൻ ആ ഫോൺ നമ്പറും അതുപോലെ സൈറ്റിന്റെ അഡ്രസ്സും നൽകുന്നതാണ്. അതുപോലെ മറ്റുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കേണ്ടതാണ്. നിങ്ങളുടെ അയൽവാസികൾ, ബന്ധുക്കൾ, അതുപോലെ കൂടെ പഠിച്ച കുട്ടികൾ, അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണ്. ഒരു കുട്ടിക്കെങ്കിലും ഈ സ്കോളർഷിപ്പ് നിങ്ങൾ വഴി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു അവരുടെ ജീവിതത്തിൽ വലിയൊരു മറക്കാനാവാത്തൊരു കാര്യമായി തീരുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.